എനിക്ക് ഈ പണ്ടൊക്കെ ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെമ്മീൻ ബിരിയാണിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു 2 വർഷമായിട്ടാണ് ചെമ്മീൻ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ചൊറിച്ചിൽ ഉണ്ടാവുന്നത്. ആ 2 വർഷത്തിൽ നമുക്കൊരു ഫുഡിനോട് അലർജിയൊക്കെ വരും. ഫാമിലിയിൽ ആർക്കെങ്കിലും അലർജി ഉണ്ടോ? അച്ഛനുണ്ട്, അലർജി ഹിസ്റ്ററി ഉണ്ട്. അച്ഛൻ്റെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അതറിയില്ല. ഓക്കെ. ഇതെന്താ, പക്ഷെ അച്ഛന് ഫുഡ് അലർജി ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന് ഫുഡ് അലർജി തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അലർജീസ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അലർജീൻ്റെ കേസസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കാൻ പറയുന്ന ടെസ്റ്റാണ് IgE, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന. അത് ശരീരത്തിൽ ഈ അലർജിക്കാർക്കൊക്കെ ഹൈ ആയിരിക്കും. മിക്ക കേസസിലും ഇത് ഹൈ ആയിരിക്കും. അത് ഉണ്ടാവുന്ന സമയത്ത്, IgE ലെവൽ ഹൈ ആവുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അലർജി ഉണ്ടാവുക, ഓരോ തരത്തിലായിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി വരാനുള്ള സാധ്യത 30% കൂടുതലാണ്. ഓക്കെ. ഇതേപോലെ തന്നെ അമ്മയ്ക്ക് അലർജി ഉണ്ടെങ്കിൽ, അമ്മയ്ക്കും അച്ഛനും അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അലർജിക്ക് ആവാനുള്ള ചാൻസ് 60% ആണ്. ഓക്കെ. അത് അവർക്കുണ്ടായ അതേ അലർജി ആയിക്കൊള്ളണം എന്നില്ല നമുക്കുണ്ടാവുന്നത്, വ്യത്യാസം ഉണ്ടായിരിക്കാം. അവർക്ക് അലർജിക് റൈനൈറ്റിസ് ആണ്, നിങ്ങൾക്ക് ഫുഡ് അലർജി വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്മ വരാം, എക്സിമ ആവാം. ഇതൊന്നും വരണമെന്നോ അല്ലെങ്കിൽ വരുമെന്നുള്ളതോ അല്ല ഞാൻ പറയുന്നത്, പക്ഷേ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്.